നമസ്കാരം. കർമ്മരംഗത്തെ പോരാളികളായ അവിട്ട നക്ഷത്രക്കാർക്ക് ഈ 2026 മേട വിഷു മുതൽ അടുത്ത മേട വിഷു വരെയുള്ള 12 മാസക്കാലം എങ്ങനെയായിരിക്കും? ചൊവ്വ നക്ഷത്രാധിപനായ മകരവും കുംഭവും രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്ന ഒരു വർഷമാണോ ഇത്? ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഭാഗ്യാനുഭവങ്ങളാണ് കൊണ്ടുവരിക? കരിയർ, സാമ്പത്തികം, വിവാഹം, പുതിയ വീടും വാഹനവും എന്നിവയെക്കുറിച്ചുള്ള വിശദമായ 12 മാസത്തെ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് അവിട്ട നക്ഷത്രത്തിൻ്റെ 12 മലയാള മാസ ഫലങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായ നേട്ടങ്ങൾ അഥവാ പൊതുസൂചകമായ ഫലങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികപരമായി സാമ്പത്തിക നില മെച്ചപ്പെടും, പുതിയ നിക്ഷേപങ്ങളിലൂടെ ലാഭം കൊയ്യാൻ കഴിയും, ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കും, സ്വന്തമായി വീട് എന്ന സ്വപ്നം സഫലമാകും, ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസം മാറുവാൻ യോഗമുണ്ട്. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കാലം വാഹന ഭാഗ്യത്തിന് മികച്ച സമയമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അവിവാഹിതർക്ക് ജൂണിന് ശേഷം അനുകൂലമായ ആലോചനകൾ വരും. വിവാഹ കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി മംഗളകർമ്മങ്ങൾ നടക്കും. പ്രൊഫഷണൽ രംഗത്ത് വലിയ അംഗീകാരങ്ങൾ തേടി വരുന്ന സമയം. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിഷുവിന് ശേഷമുള്ള സമയം വളരെ ഉചിതമാണ്. ഇതൊക്കെയാണ് ഈ വിഷു വർഷത്തിൽ ഈ 12 മാസങ്ങളിൽ പൊതുവായിട്ടുള്ള ഫലം. ഇനി ഓരോ മാസവും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. മേടമാസം ഏപ്രിൽ മാസത്തിൻ്റെ പാതി മുതൽ മെയ് മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് മേടമാസം. വർഷാരംഭത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്. അപ്രതീക്ഷിതമായ ചെലവുകൾ വരാം. കടബാധ്യതകൾ തീർക്കുവാൻ നിങ്ങൾ കിണഞ്ഞ് ശ്രമിക്കേണ്ടി വരും. കഠിനമായി അധ്വാനിക്കേണ്ടി വരും. പലതരത്തിലുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായി നല്ല സമ്മർദ്ദം അനുഭവപ്പെടും. അതുകൊണ്ട് സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഔദ്യോഗിക മേഖലയിൽ പരമാവധി ശാന്തനായി നിലകൊള്ളുവാൻ നിങ്ങൾ ശ്രമിക്കണം. കോപം നിയന്ത്രിക്കണം, വാക്കും പ്രവൃത്തിയും നിയന്ത്രിക്കണം. നിങ്ങൾക്ക് തൊഴിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം തരുന്ന ആൾക്കാരുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരികളുമായോ നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ ഈ സമയത്ത് തീർച്ചയായും ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ കൃത്യമായ ചികിത്സയും നേടേണ്ടതാണ്. ഇനി ഇടവ മാസത്തെ പറ്റിയാണ് പറയുന്നത്. മെയ് മാസത്തിൻ്റെ പാതി മുതൽ ജൂൺ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് ഇടവ മാസം. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വർദ്ധിച്ചു വരുന്ന ഒരു മാസമാണ്. കുടുംബം ശാന്തമായി സന്തോഷമായി സ്നേഹഭരിതമായി കടന്നു പോകും. കുടുംബജീവിതത്തിൽ പ്രത്യേക മാനസിക ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകുകയില്ല. കുടുങ്ങിക്കിടന്ന തുകകൾ സാമ്പത്തികപരമായി നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്നതും സമയത്ത് ലഭിക്കാതിരുന്നതുമായ തുകകൾ ഈ ഇടവ മാസത്തിൽ ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് ഇടവമാസം മുതൽ എത്തിത്തുടങ്ങും. വീടിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്തെങ്കിലും വാങ്ങേണ്ടി വരും. അതിനുള്ള യോഗം കാണുന്നുണ്ട്. വിദ്യാഭ്യാസപരമായി പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും. അഡ്മിഷനോ അല്ലെങ്കിൽ സ്കോളർഷിപ്പോ പ്രതീക്ഷിക്കുന്നവർക്കും ഈ സമയത്ത് ഈ ഇടവ മാസത്തിൽ അത് നേടിയെടുക്കുവാൻ സാധ്യതയുണ്ട്. ഇനി മിഥുന മാസത്തെ പറ്റിയാണ് പറയുന്നത്. ജൂൺ മാസത്തിൻ്റെ പാതി മുതൽ ജൂലൈ മാസത്തിൻ്റെ പാതി വരെയാണ് മിഥുന മാസം. ജൂൺ 2 ശേഷമുള്ള വ്യാഴമാറ്റം ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ധനപരമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. നിങ്ങളുടെ തൊഴിൽ രംഗം, നിങ്ങളുടെ കർമ്മരംഗം ഏതായാലും അതിലേക്ക് നല്ല വരുമാനം എത്തുന്ന ഒരു സമയമാണ്. മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാവിഷ്കരിക്കുവാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് മിഥുന മാസത്തിൽ സാധിക്കും. ഓഹരി വിപണിയിൽ നിന്ന് ലാഭം ലഭിക്കുന്ന സമയമാണ്. അത് ഓഹരി വിപണിയെപ്പറ്റി നന്നായി പഠിച്ച് അതിൽ ബിസിനസ് ചെയ്യുന്നവരെ പറ്റിയാണ് പറഞ്ഞത്. ശരിയായ അറിവ് ഈ മേഖലയിൽ ഇല്ലാത്തവർ ലാഭം കിട്ടും, ധനനേട്ടം ഉണ്ടാകും എന്ന് കരുതി ഓഹരി വിപണിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കരുത്. ഏതൊരു സ്ഥലത്ത് നിന്നും നമുക്ക് ഏതൊരു സ്രോതസ്സിൽ നിന്നും നമുക്ക് പണമുണ്ടാക്കണമെങ്കിൽ നേട്ടമുണ്ടാക്കണമെങ്കിൽ ആ മേഖലയെപ്പറ്റി നമുക്ക് നല്ല അറിവ് വേണം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഏത് മേഖലയാണോ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ലാഭം ലഭിക്കും എന്നാണ് ചുരുക്കം. വിവാഹം ആഗ്രഹിക്കുന്നവരുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനമുണ്ടാകും.
മുൻകാലങ്ങളിൽ യാതൊരു കാരണവുമില്ലാതെ മുടങ്ങിപ്പോയ വിവാഹങ്ങൾ ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സമയം വിവാഹ യോഗമുണ്ട്. മിഥുനമാസത്തിൽ ഇനിയുള്ള ശ്രമങ്ങളിലൂടെ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ സാധിക്കും. വ്യവഹാര കാര്യങ്ങളിൽ കോടതിയോ സർക്കാരുമായോ അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളുമായോ എന്തെങ്കിലും കേസുകളോ തർക്കങ്ങളോ നിലവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അനുകൂലമായ വിധിയും പ്രതീക്ഷിക്കാൻ കഴിയുന്ന സമയമാണ്. ഇനി കർക്കിടക മാസത്തെ പറ്റിയാണ് പറയുന്നത്. ജൂലൈ മാസത്തിൻ്റെ പാതി മുതൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് കർക്കിടക മാസം. മനസ്സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. പുതിയ സ്ഥലം വാങ്ങുന്നതിന് അനുകൂലമായ സമയമാണ്. അതിനുവേണ്ടി ലോണിന് അപേക്ഷിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ, സാമ്പത്തിക പിന്തുണകൾ സ്വീകരിക്കുന്നതിനോ അത് അന്വേഷിക്കുന്നതിനോ ഒക്കെ മികച്ച സമയമാണ്. ഇപ്പോൾ ഒരു വീട് ലക്ഷ്യമാക്കി നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും അത് സ്വന്തമാക്കാൻ കഴിയും. അതിനുള്ള യോഗമുണ്ട്. സാമ്പത്തികപരമായി സ്വർണത്തിലോ ഭൂമിയിലോ ഉള്ള നിക്ഷേപം നിങ്ങൾക്ക് ഭാവിയിൽ ഗുണകരമാകും. ഈ സമയത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഭൂമിയിലായാലും സ്വർണത്തിലായാലും നിങ്ങൾക്ക് ഭാവിയിൽ വളരെ നല്ല നേട്ടം ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ തൊഴിൽപരമായി ഏറ്റെടുക്കേണ്ടി വരും. കർമ്മരംഗം വളരെ വലിയ നിലയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ പുതിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അത് വിജയകരമായി നിങ്ങൾക്ക് പൂർത്തിയാക്കുവാനും കഴിയും. നിങ്ങളുടെ സ്വഭാവത്തിൽ ചില നിയന്ത്രണങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അമിതമായി ശോഭിക്കുകയോ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയോ ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ തൊഴിൽപരമായ നല്ല സമയത്ത് നിങ്ങൾ അത് കൺട്രോൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വളരെ ശാന്തനായി നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പൂർണ്ണമായി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വളരെ വലിയ സാമ്പത്തിക നേട്ടവും വിജയകരമായൊരു ഭാവിയും കർമ്മരംഗത്ത് തീർച്ചയായും ഉണ്ടാകും. ചിങ്ങമാസത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൻ്റെ പാതി മുതൽ സെപ്റ്റംബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് ചിങ്ങമാസം. യാത്രകൾ കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ചിങ്ങമാസം. പുതിയൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. അതിനുള്ള യോഗം ഈ ചിങ്ങമാസത്തിലുണ്ട്. ശ്രമിച്ചാൽ തീർച്ചയായും നടക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത് സാധ്യമാകുന്ന സമയമാണ്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ നടത്തുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ധൈര്യമായിട്ട് ഇറങ്ങുക, അത് നടക്കും. പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. പങ്കാളിക്ക് എന്തെങ്കിലും ചെറിയ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായ ചികിത്സ നേടിക്കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ശ്രദ്ധിക്കണം. കന്നിമാസത്തെ പറ്റിയാണ് അടുത്തതായി പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൻ്റെ പാതി മുതൽ ഒക്ടോബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് കന്നിമാസം. സാമൂഹികമായ അംഗീകാരവും പദവികളും ലഭിക്കുന്ന മാസമാണിത്. ബിസിനസ്സിൽ നിന്ന് മികച്ച ധനനേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അത് ബിസിനസ് എന്നല്ല, നിങ്ങളുടെ കർമ്മരംഗം ഏതായാലും, അത് തൊഴിൽപരമായാലും ഔദ്യോഗികമായ മേഖലയായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ലാഭം ലഭിക്കുന്ന ഒരു സമയമാണ്. ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകൾക്കും കുടുംബത്തിൽ യോഗമുണ്ട്. ഒരു പുതിയ വീട് വയ്ക്കുവാൻ, അതിൽ പ്രവേശിക്കുവാനൊക്കെ അനുകൂലമായ സമയമാണ്. ഗവേഷണ രംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുള്ള സമയമാണ് കന്നിമാസം. ഇനി തുലാം മാസമാണ്. സൗഹൃദങ്ങൾ വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം, കമ്മ്യൂണിക്കേഷൻ വഴി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് തുലാം മാസം. അപ്രതീക്ഷിതമായി നിങ്ങളുടെ കയ്യിൽ പണം വന്നു ചേരും. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ സാമ്പത്തികം, അത് അവസരങ്ങളുമാകാം, അങ്ങനെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന അവസരങ്ങൾ പോലും ആകാം നിങ്ങൾക്ക് ലഭിക്കും. അതിനുള്ള യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും പങ്കാളിയുടെ സഹകരണവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പ്രവർത്തന മേഖലയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനൊക്കെ നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും പരിപൂർണമായൊരു പിന്തുണയും സഹായവും സഹകരണവുമൊക്കെ ഈ തുലാമാസത്തിൽ ലഭിക്കും. സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ നല്ല ജാഗ്രത പാലിക്കണം. അപകടകരമായ സ്ഥലങ്ങളിൽ പോകുക, അപകടകരമായ പ്രവർത്തികൾ, ജോലികളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സുരക്ഷിതത്വം, മുൻകരുതലുകൾ ഒക്കെ എടുത്തിട്ട് വേണം അത് ചെയ്യാൻ. വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. കൃത്യമായ ധാരണയില്ലാത്ത സ്ഥലങ്ങളിൽ അസമയങ്ങളിൽ വാഹനം ഓടിക്കുന്നത് പരമാവധി ഒഴിവാക്കണം. ഇനി വൃശ്ചിക മാസത്തെ പറ്റിയാണ് പറയുന്നത്. നവംബർ മാസത്തിൻ്റെ പാതി മുതൽ ഡിസംബർ മാസത്തിൻ്റെ പാതി വരെ ഉള്ള കാലമാണ് വൃശ്ചിക മാസം. കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസമാണ്
വൃശ്ചിക മാസം എന്ന് തന്നെ പറയാം. നിങ്ങൾ ചെയ്തു വെച്ചിരുന്ന എല്ലാ അധ്വാനങ്ങൾക്കും നിങ്ങൾക്കിപ്പോൾ നല്ല ഫലം ലഭിക്കും. അത് കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ, പൊതുപ്രവർത്തന മേഖലകളിലുള്ള അത് നിങ്ങളുടെ മണ്ഡലം, കർമ്മമണ്ഡലം ഏതായാലും നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾക്ക് ഈ സമയത്ത് വലിയ അംഗീകാരം ലഭിക്കുന്ന, വളരെ വലിയ പ്രതിഫലം ലഭിക്കുന്ന, വിജയകരമായി നിങ്ങളെ ആളുകൾ അംഗീകരിക്കുന്ന ഒരു സമയമാണ് വൃശ്ചിക മാസം. തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങളും പുതിയ കരാറുകളിലുമൊക്കെ ഏർപ്പെടാൻ കഴിയും. പുതിയ എഗ്രിമെൻറ്റുകളിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. തറവാട് വീട്, അങ്ങനെ ഒരു സ്വത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൗരാണികമായി ഒരു സ്വത്ത്, നിങ്ങൾക്ക് പാരമ്പര്യമായി ഒരു സ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള സ്വത്ത് ഈ സമയത്ത് അനുഭവയോഗ്യമാകും. സ്വത്ത് പാർട്ടീഷൻ ചെയ്ത് കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ലഭിക്കും. ദീർഘകാലമായുള്ള ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സഫലീകരിക്കുവാൻ കഴിയും. അതൊരു യാത്രയാകാം, എന്തെങ്കിലും ഒന്ന് വാങ്ങുന്നതാകാം, ഒരു വ്യക്തിയുമായിട്ടുള്ള കണ്ടുമുട്ടലാകാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്ന് എന്തെങ്കിലും ചെയ്യുക എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സാധിക്കും. ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടുകിടന്ന ചില ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് വൃശ്ചിക മാസം. ഇനി ധനുമാസത്തെ പറ്റിയാണ് പറയുന്നത്. ഡിസംബർ മാസത്തിൻ്റെ പാതി, 2026 ഡിസംബർ മാസത്തിൻ്റെ പാതി മുതൽ 2027 ജനുവരി മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് ധനുമാസം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം നിങ്ങൾ ചെലവഴിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതൊരു വലിയ കാര്യമാണ്. ആ അവസരം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായും അത് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് വഴി തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വളരെ വലിയ പുണ്യം നേടാൻ കഴിയും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ ആശ്വാസകരമായ തീരുമാനമുണ്ടാകും. മക്കളുടെ വിവാഹം അനന്തമായി നീണ്ടു പൊയ്ക്കൊണ്ടിരുന്നൊരു കാലഘട്ടമാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു മനോവിഷമം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ ധനുമാസത്തിൽ മാറിക്കിട്ടും. മംഗളകരമായി ആ വിവാഹം സാധ്യമാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ധനുമാസത്തിലുണ്ട്. കണ്ണുകൾക്കോ കാലുകൾക്കോ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. അഥവാ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. കൃത്യമായി നിങ്ങൾ ചികിത്സ സ്വീകരിക്കേണ്ട സമയം കൂടിയാണ്. മകരമാസത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. 2027 ജനുവരി മാസത്തിൻ്റെ പാതി മുതൽ ഫെബ്രുവരി മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് മകരമാസം. അവിട്ട നക്ഷത്രക്കാരുടെ ഊർജ്ജസ്വലത കൂടുന്ന ഒരു സമയമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ സൗഖ്യത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ, കർമ്മ മേഖലയിൽ എത്തരത്തിൽ ഇടപെടണമെന്ന് തോന്നുന്നു അതൊക്കെ സാധ്യമാകും. അത്രയ്ക്കുള്ള ഒരു പുതുജീവൻ നിങ്ങൾക്ക് ലഭിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമാണ്. നല്ല സമയമാണ്. ഏതൊരു കാര്യം, ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും മകരമാസത്തിൽ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് ഭാവിയിൽ പടർന്ന് പന്തലിച്ച് വലിയൊരു ശൃംഖലയായി മാറാൻ വളരെ സാധ്യതയുണ്ട്. വാഹന ഭാഗ്യം തുടരുന്ന ഒരു മാസമാണ്. ഈ മുൻ മാസങ്ങളിൽ വാഹന ഭാഗ്യം നിങ്ങൾക്കുണ്ടായിരുന്നപ്പോൾ നിങ്ങളൊരു വാഹനം വാങ്ങാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. തീർച്ചയായും വാഹനയോഗം മകരമാസത്തിലും കാണുന്നുണ്ട്. യാത്രകൾ സന്തോഷകരമായിരിക്കും. നിങ്ങൾക്ക് തനിച്ച് യാത്ര ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുജനങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരായാലും അവർക്കൊപ്പം യാത്ര ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത്തരം യാത്രകളും സന്തോഷകരമായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. സാമ്പത്തിക നില അതീവ ഭദ്രമായിരിക്കും. കൃത്യമായി നിങ്ങൾക്ക് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഏത് മേഖലയിലായാലും ശരി തന്നെ നിങ്ങളുടെ വരുമാന സ്രോതസ്സ് നല്ല നിലയിൽ പുരോഗമിക്കുന്ന ഒരു മാസം തന്നെയാണ് മകരമാസം. ഇനി കുംഭം മാസത്തെ പറ്റിയാണ് പറയുന്നത്. 2027 ഫെബ്രുവരി മാസത്തിൻ്റെ പാതി മുതൽ മാർച്ച് മാസത്തിൻ്റെ പാതി വരെയാണ് കുംഭമാസം. ഈ സമയത്ത് നിങ്ങൾക്ക് ശനിയുടെ ചില ശല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുവാനും സാധ്യതയുണ്ട്. അതായത് അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഈ സമയത്ത് നിങ്ങൾ വിട്ടു നിൽക്കണം. അങ്ങനെ ശനി നിങ്ങളെ ബാധിക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ചെന്ന് ഇറങ്ങരുത്. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം സൂക്ഷിക്കണം. ഒരു കാരണവശാലും അവരുമായിട്ടൊരു തെറ്റിദ്ധാരണ വരാതെ നോക്കണം. വാക്കുകൾ, പ്രവർത്തികൾ
ഇതെല്ലാം ഒന്ന് നന്നായി ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. എടുത്തു ചാടിയുള്ള ഒരു ഇടപാടുകളും ചെയ്യരുത്. അതൊക്കെ നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുവാൻ സാധ്യതയുള്ള മാസമാണ് കുംഭമാസം. അത് തീർച്ചയായും ശ്രദ്ധിക്കണം. ഗൃഹാലങ്കാരങ്ങൾക്കായി സമയം കണ്ടെത്തുന്ന സമയമാണ്. വീടൊന്ന് മോടി പിടിപ്പിക്കുവാനോ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കുവാനോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ സമയവും ധനവും ഒക്കെ കുറച്ച് ചിലവഴിക്കുന്ന ഒരു മാസം കൂടിയാണ്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തിക നില ഭദ്രമായിരിക്കും. പക്ഷേ അമിതമായ ധൂർത്ത് ഒഴിവാക്കേണ്ട സമയമാണ്. അനാവശ്യപരമായ കാര്യങ്ങൾക്കൊന്നും പണം ചിലവഴിച്ച് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ കൂടി ശ്രമിക്കണം. ഇനി മീനമാസത്തെ പറ്റിയാണ് പറയുന്നത്. മാർച്ച് മാസത്തിൻ്റെ പാതി മുതൽ ഏപ്രിൽ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് മീനമാസം. പുതിയ നിക്ഷേപ പദ്ധതികൾ തുടങ്ങുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ മീനമാസം. നിങ്ങൾക്ക് അത്തരത്തിൽ അത് ഭൂമിയിലോ അല്ലെങ്കിൽ സ്വർണത്തിലോ മ്യൂച്വൽ ഫണ്ടുകൾ, ചിട്ടികൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പണം നിക്ഷേപിക്കുവാൻ നല്ല സമയമാണ്. അത്തരം നിക്ഷേപങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിനുള്ള ഏതെങ്കിലും വിദഗ്ധരുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം ചെയ്യുക. നന്നായി നിങ്ങൾക്ക് ബോധ്യമില്ലാത്ത ഒരു ഇടപാടിന് നിങ്ങൾ പണം മുടക്കരുത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ തിരികെ കിട്ടാൻ സാധ്യതയില്ലാത്തതായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിക്ഷേപങ്ങൾ നടക്കുമ്പോൾ കൃത്യമായി നിങ്ങളുടെ അറിവിനും കഴിവിനും അനുസരിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കണം. തീർത്ഥയാത്രകൾ നടത്തുവാൻ യോഗമുള്ള ഒരു സമയമാണ്. അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് സഫലീകരിക്കപ്പെടും. വർഷാന്ത്യത്തിൽ വലിയൊരു പ്രതിസന്ധി നിങ്ങൾക്കുണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നത് ഒഴിവായി കിട്ടും. അതായത് നിങ്ങളെ കാത്തിരുന്ന ആ ഒരു വലിയ പ്രതിസന്ധി ഒഴിഞ്ഞു പോകുന്ന ഒരു നല്ല സമയം കൂടിയാണിത്. ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുടുംബപരമായും കുടുംബത്തിലും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലും മീനമാസം നിങ്ങൾക്ക് നല്ല ഒരു മാസം തന്നെയാണ്. ചൊവ്വ നക്ഷത്രാധിപനായ അവിട്ടംകാർക്ക് ഐശ്വര്യത്തിനായി ഇനി പറയുന്ന ചില കാര്യങ്ങൾ കൂടി ചെയ്യുക. നിങ്ങൾക്ക് അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ, തടസ്സങ്ങളൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാറിക്കിട്ടും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാൽ അഭിഷേകമോ വഴിപാടുകളോ കഴിക്കുന്നത് ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ ഉത്തമമാണ്. അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുക, ശനി ഗായത്രി ജപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ശനി ദോഷത്തിന് അതൊരു പരിഹാരമായി മാറും. ദിവസവും ഓം ശരവണ ഭവ എന്ന മന്ത്രം ജപിക്കുന്നത് ആത്മവിശ്വാസവും ആരോഗ്യവും വർദ്ധിക്കുവാൻ ഇട നൽകും. ഇനി പ്രധാനമായ കാര്യമാണ് ദാനം. അത് ചെയ്യണം, കൃത്യമായും ചെയ്യണം. പാവപ്പെട്ടവർക്ക് ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളോ ഭക്ഷണ സാധനങ്ങളോ നൽകുന്നത് ചൊവ്വയുടെ ദോഷം കുറയ്ക്കും. അത് കൂടാതെ തന്നെ ആഹാരം, മരുന്ന്, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ദാനം ചെയ്യാം. നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ അത് ചെയ്താൽ മതിയാകും. മനുഷ്യന് മാത്രമല്ല, പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. പക്ഷി മൃഗാദികൾക്ക് ആഹാരമോ വെള്ളമോ കൊടുക്കുന്നത് വളരെ വലിയ പുണ്യമാണ് ഈ വേനൽക്കാലത്ത്. നായകളെ സംരക്ഷിക്കുവാൻ നോക്കുക, അവയ്ക്ക് ആഹാരം കൊടുക്കുക, അവയെ ഉപദ്രവിക്കാതിരിക്കുക. അത് തെരുവ് നായ ആണെങ്കിൽ പോലും കാലദോഷങ്ങൾ മാറിക്കിട്ടുവാൻ അത് നിങ്ങളെ സഹായിക്കും. കാലഭൈരവൻ്റെ സന്തത സഹചാരിയാണ് നായ എന്ന മൃഗം. നായകളെ നിങ്ങൾ സ്നേഹിക്കുകയും അതിനെ പരിപാലിക്കുകയും അതിന് ആഹാരമോ വെള്ളമോ ഒക്കെ കൊടുക്കുകയും ചെയ്യുമ്പോൾ കാലദോഷങ്ങൾ ഒഴിഞ്ഞു മാറുന്ന തരത്തിൽ കാലഭൈരവൻ നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി തരും. അത് നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകും. നിങ്ങളുടെ ധൈര്യവും കാര്യപ്രാപ്തിയും ഈ വർഷം നിങ്ങളെ വിജയത്തിലെത്തിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരുവിധ തർക്കങ്ങളുമില്ല. നിങ്ങളുടെ സ്വഭാവത്തിലെ എടുത്തുചാട്ടം ഒഴിവാക്കി ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. 2026-27 കാലയളവ്, അതായത് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള മലയാള 12 മാസങ്ങൾ അവിട്ടം നക്ഷത്രക്കാർക്ക് വലിയ മുന്നേറ്റങ്ങളുടെയും സാമ്പത്തിക ഭദ്രതയുടെയും വർഷം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 7.5 ശനിയുടെ സ്വാധീനം ഉണ്ടെങ്കിലും വ്യാഴബലം നിങ്ങളെ എല്ലാ പ്രതിസന്ധികളിലും കാത്തു സൂക്ഷിക്കും. ഇവിടെ പറഞ്ഞ പോലുള്ള ദോഷപരിഹാരങ്ങൾ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ ഭജനവും ശാസ്താപ്രീതിയും മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കണം. വിധി വിശ്വാസത്തോടൊപ്പം നിങ്ങളുടെ കഠിനാധ്വാനവും ചേരുമ്പോൾ ഈ വർഷം അവിട്ടം നക്ഷത്രക്കാർക്ക് അവിസ്മരണീയമായ വിജയങ്ങൾ ലഭിക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും അവിട്ടം നക്ഷത്രക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യുവാനും ഒരു കാരണവശാലും മറക്കരുത്. കൂടുതൽ നക്ഷത്ര ഫലങ്ങൾക്കും ജ്യോതിഷ വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നക്ഷത്ര ഫലവുമായി
വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാവർക്കും ജഗദീശ്വരൻ എല്ലാവിധ സത്ഫലങ്ങളും നൽകട്ടെ. ആയുരാരോഗ്യ സൗഖ്യം ധനസൗഭാഗ്യങ്ങളൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.